മൂന്ന് പുഴകൾ ഒത്തുചേർന്നൊഴുകുന്ന മൂവാറ്റുപുഴയിലെ ത്രിവേണി സംഗമത്തിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പുഴക്കരക്കാവ് ദേവീക്ഷേത്രത്തിൻ്റെ ആറാട്ട് കടവിൻ്റെ അടുത്താണ് ഈ മനോഹരമായ കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ മനോഹരമായ കാഴ്ചകൾ കണ്ടു നടക്കാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ വിനോദസഞ്ചാര വകുപ്പ് മൂവാറ്റുപുഴ റിവർ ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു നടപ്പാത അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ ഉദ്ഘാടനം നടന്നിട്ടുള്ളത് 2014 കഴിഞ്ഞ ദിവസത്തെ മഴയ്ക്ക് ഈ കാണുന്ന നടപ്പാത കൂടെയൊക്കെ വെള്ളം കയറിയിട്ട് ആ മണ്ണും ചെളിയും വന്ന് കയറി കിടക്കണുണ്ട്. കഴിഞ്ഞ ദിവസത്തെ മഴയ്ക്ക് വന്നതാണിത്. മൂവാറ്റുപുഴയുടെ ത്രിവേണി സംഗമം എന്ന് പറഞ്ഞത് കേട്ടോ. അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്നും ഓരോ പുഴ വരുന്നുണ്ട്. അത് ഇവിടുന്ന് കൂടിച്ചേർന്ന് ഒരു പുഴയായിട്ട് താഴേക്ക് പോകുന്നത് കാണുന്നത്. ഈ നടപ്പാത രാവിലെ ആളുകൾ നടക്കാൻ വേണ്ടി വൈകുന്നേരമൊക്കെ ഈവനിങ് വാക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. വളരെ മനോഹരമായിട്ട് കാഴ്ചകൾ കണ്ട് നടക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഇവിടെ. പുഴയുടെ ഭംഗി ആസ്വദിച്ച് ആ പച്ചപ്പൊക്കെ കണ്ട് നമുക്ക് അങ്ങോട്ട് മുമ്പോട്ട് പോകാം. ഇത് ഇവിടെ നിന്ന് പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള പാലം വരെ ഈ നടപ്പാതയുണ്ട്. കഴിഞ്ഞ പ്രളയത്തിൻ്റെ സമയത്തൊക്കെ ഈ കാണുന്ന ലൈറ്റ് പോസ്റ്റിൻ്റെ ഒക്കെ മേളിൽ കൂടെ നിറഞ്ഞ് കവിഞ്ഞൊഴുകിയതാണ് ഈ ഭാഗമൊക്കെ. എന്തായാലും ഈ നടപ്പാത പൊതുജനങ്ങൾക്കൊരു ഉപകാരമാണ്. കാരണം തിരക്ക് ഒഴിവാക്കി നമുക്ക് അത്യാവശ്യം കാഴ്ചകളൊക്കെ കണ്ട് ഈ പുഴയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് നടക്കാൻ പറ്റും ഈ നടപ്പാതയിലൂടെ. ഇപ്പോൾ ഒരു മഴ കൂടി പെയ്താറിനെ കാണാൻ കുറച്ചുകൂടി നല്ല ഭംഗിയായേനെ. ഞാൻ കുറച്ച് നേരം നിന്ന് നോക്കി, പക്ഷെ മഴ പെയ്തില്ല. നമ്മുടെ നേരെ അങ്ങ് ഫ്രണ്ടിൽ ഒരു ബിൽഡിംഗ് കാണുന്നുണ്ട്. അത് നമ്മുടെ നിർമ്മല ഹോസ്പിറ്റലാട്ടോ. അതിൻ്റെ കോളേജും നഴ്സിംഗ് കോളേജും ഹോസ്റ്റലും ഒക്കെ കാണുന്നത്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ചെളി കയറി കിടക്കുന്നുണ്ടോ? ഈ നടപ്പാത വരെ ചെളി കയറിയിട്ടുണ്ട്. നടപ്പാതയുടെ കുറച്ചും കൂടെ ഒന്ന് കഴിയുമ്പോൾ ഇവിടെ കുറച്ച് ഭാഗത്ത് ഇങ്ങനെ വെള്ളം കയറിയിട്ടുണ്ട്. കാരണം ഇവിടെ കുറച്ച് താത്തിയാണ് പണിതേക്കണത്. മുകളിൽ ഇന്നൊരു കടവ് വരുന്നുണ്ട് ഇവിടെയായിട്ട്. എന്തായാലും നമുക്ക് ഈ നടപ്പാതയുടെ മറ്റേ സൈഡിൽ കൂടെ പോയി ഒന്ന് കണ്ടിട്ട് വരാം, അടുത്ത പാലത്തിൻ്റെ ഇവിടെയുള്ള ഭാഗം.
ഈ നടപ്പാതയുടെ 2ാം ഘട്ട ഉദ്ഘാടനം നടന്ന 2016 കേട്ടോ. എന്തായാലും ചൂണ്ടിടാനൊക്കെ പറ്റിയൊരു ഏരിയ. അവിടെ കുറേ ചേട്ടന്മാർ ചൂണ്ടയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പുഴയുടെ നേരെ അക്കരെ കാണുന്ന നമ്മുടെ ലത തിയേറ്റർ, ലത പാലം എന്നാണ് ഈ പാലത്തിന് കാരണം. നമ്മുടെ പ്രൈവറ്റ് സ്റ്റാൻഡിലേക്ക് പോകുന്ന പാലമാണത്. ഈ നടപ്പാത കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ അത് ആ പുഴയിലായിട്ടൊരു മരം നിൽക്കുന്നുണ്ടോ, നല്ല രസമുണ്ട് അങ്ങോട്ട് അടുത്തേക്ക് ചെല്ലുമ്പോൾ. ആ മരത്തിൽ അത് കുറേ പ്ലാസ്റ്റിക്കും വേസ്റ്റൊക്കെ തങ്ങി നിൽക്കുന്നുണ്ടോ. കഴിഞ്ഞ ദിവസത്തെ മഴയിൽ അത്യാവശ്യം വെള്ളം കയറിയപ്പോൾ വന്ന് തങ്ങി നിൽക്കുന്നുണ്ട് ഈ കാണുന്ന പ്ലാസ്റ്റിക്കും ഇലകളൊക്കെ. പാലത്തിൻ്റെ അപ്പുറമായിട്ട് നല്ല ഹൈറ്റിലൊരു ബിൽഡിംഗ് കാണുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ മൂവാറ്റുപുഴ മുനിസിപ്പൽ പാർക്ക് വരുന്നത്. നല്ല വെയിലുള്ള സമയത്ത് വരുവാണെങ്കിൽ ഇവിടെ ഈ മരമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തണുപ്പും ഒക്കെ കൊണ്ട് നമുക്ക് ഇവിടെ പുഴയുടെ ഭംഗി ആസ്വദിച്ചിവിടെ വന്ന് ഇരിക്കാനൊക്കെ പറ്റും. എന്തായാലും ഈ പാലം കടന്ന് നമുക്ക് അപ്പുറം പോയിട്ട് മൂവാറ്റുപുഴ പ്രൈവറ്റ് സ്റ്റാൻഡ് കൂടി ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം.